നമ്മള് ജീവിതത്തില് കഴിഞ്ഞ ദിവസം സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ജീവിതത്തിൽ അത്ഭുതപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും മിസ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് വാവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെയും നമ്മൾ കളയരുതെന്ന് പറയില്ലേ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു സാഹചര്യമാണ്. അതായത് ഒരു കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും വലിപ്പമുള്ള ശിവക്ഷേത്രം. ഇത്രയും വലിപ്പം എന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു ഗാംഭീര്യത്തോടു കൂടി ഒരു ചാതുര്യത്തോടു കൂടി നിൽക്കുന്ന ക്ഷേത്രങ്ങൾ തന്നെ അപൂർവമാണ്. അതിൽ തന്നെ നമ്മൾ നിൽക്കുന്നത് കണ്ണൂര് കൂത്തുപറമ്പ് എന്നുള്ള സ്ഥലത്താണ്. കൂത്തുപറമ്പ് എന്ന് പറഞ്ഞാൽ പണ്ട് കൂത്ത് കാണാൻ വേണ്ടി ആൾക്കാർ കൂടി നിന്നിരുന്ന സ്ഥലമാണ് ഈ കൂത്തുപറമ്പ് എന്ന് പറയുന്നത്. കോട്ടയം രാജാക്കന്മാരെ കുറിച്ചാണല്ലോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ഐതിഹ്യങ്ങൾ പറഞ്ഞത്. അതിൽ ഹരിശ്ചന്ദ്ര രാജാവ് പുരളിമല വാണിരുന്നു എന്നാണ്. പുരളിമല വാണിരുന്ന ഹരിശ്ചന്ദ്ര രാജാവ് പിന്നെ മുത്തപ്പനെ നേരിട്ട് കണ്ടിരുന്നു എന്നും പിന്നെ മൃദംഗശൈലേശ്വരം ക്ഷേത്രത്തിന് കാരണമായി എന്നൊക്കെയുള്ള ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ കോട്ടയം രാജാക്കന്മാര് ഹരിശ്ചന്ദ്ര രാജാവ് തുടർന്ന് ഇങ്ങോട്ടാണ് കോട്ടയം രാജവംശം എന്ന് പറയുന്നത്. അതിലെ എല്ലാ രാജാക്കന്മാരും തന്നെ കൊട്ടിയൂരിന്റെ തികഞ്ഞ ഭക്തരാണ്. കൊട്ടിയൂർ ഉത്സവം വരുമ്പോൾ എല്ലാവരും പോകും. അപ്പൊ ഈ കോട്ടയം രാജാക്കന്മാർ തിരുവോണം ആരാധന ഒഴിവാക്കാറേ ഇല്ല. തിരുവോണം ആരാധനയ്ക്ക് പോകും. ഒരിക്കലും ഒരു കോട്ടയം രാജാവിന് തിരുവോണം ആരാധനയ്ക്ക് പോകാൻ സാധിക്കാതെ വന്നു. പോകാനായിട്ട് എത്തിപ്പെടാൻ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, എത്തിപ്പെടുക എളുപ്പമല്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർ പോകണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. എത്തിപ്പെടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്തിപ്പെടാൻ സാധ്യതയില്ലല്ലോ, അല്ലെങ്കിൽ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന കോട്ടയം രാജാവിന് അവിടെ ഇനി എന്തായാലും എത്താൻ പറ്റില്ല എന്ന് വിഷമിച്ച് ആകെ ഇരിക്കുകയാണ്. അപ്പൊ അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറക്കം വരാതെ വല്ലാതെ ബുദ്ധിമുട്ടി ഇങ്ങനെ കിടന്ന് എങ്ങനെയോ ഒന്ന് ഉറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണാണ്. സ്വപ്നത്തില് ഭഗവാൻ തന്നെ നേരിട്ട് വന്നിട്ട് പറയാണ്, ഇനി നീ കൊട്ടിയൂരേക്കൊന്നും വരേണ്ടതില്ല. എന്റെ തൃക്കൈകൾ നീ കാണും. എന്റെ തൃക്കൈകൾ നീ കാണുന്നിടത്ത് നീ എനിക്കൊരു ക്ഷേത്രം പണിതാൽ മതി എന്ന് പറയാണ്. അത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും പറയണില്ല. രാജാവിനോട് പറയണ ഇത്രയാണ്, നീ കൊട്ടിയൂരേക്ക് വരേണ്ടതില്ല, എന്റെ തൃക്കൈ കാണുന്നിടത്ത് ക്ഷേത്രം പണിയുന്നു. അങ്ങനെ രാജാവ് വരാണ്, അന്വേഷണം നടക്കുകയാണ്. എങ്ങനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ അന്വേഷണം നടക്കുകയാണ്. അന്ന് അദ്ദേഹം ഇന്ന് ഈ ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്ത് വരുമ്പോൾ അത് ഒരു വലിയ ഉയരമുള്ള അരയാലിന്റെ ഏറ്റവും മുകളിലായിട്ട് രണ്ട് കൈകൾ ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്ന കാണാം. അപ്പൊ രാജാവിന് മനസ്സിലായി ഏതാണ് ഭഗവാൻ കാണിച്ചു തരുന്നതാണ് തൃക്കൈ. ഈ തൃക്കൈ കാണുന്നിടത്ത് ക്ഷേത്രം പണിയണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അരയാലിന്റെ മുകളിലാണ് തൃക്കൈ കണ്ടത്. അപ്പൊ അത്രയും ഉയരത്തിലൊരു ക്ഷേത്രം പണിയാമെന്ന് രാജാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജാവ് മണ്ണ് വെട്ടിക്കൂട്ടി കുന്നാക്കി ആ കുന്നിന് മുകളിൽ ഒരു ക്ഷേത്രം പണിയാം. ഇന്ന് ഈ ക്ഷേത്രം ഇരിക്കുന്നത് അന്ന് ആ അരയാൽ കൊമ്പിൽ ആ കൈകൾ നിൽക്കുന്ന കോട്ടയം രാജാവ് തൃക്കൈ കണ്ടിടത്ത് പണിത ക്ഷേത്രമായതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് തൃക്കൈ കുന്ന് എന്നുള്ള പേര്. അപ്പൊ കോട്ടയം തൃക്കൈ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൂത്തുപറമ്പ് കോട്ടയം തൃക്കൈക്കുന്ന്. കോട്ടയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മുടെ കോട്ടയം, അതല്ല, ഇത് കണ്ണൂരിലെ കോട്ടയാണ്. ഇവിടുത്തെ കൂത്തുപറമ്പ് എന്നുള്ള പേര് വരാൻ കാരണം പറഞ്ഞല്ലോ, കൂത്ത് അമ്പലം ഉണ്ടായിരുന്നു. ഇവിടുത്തെ തന്നെ കൂത്തമ്പലം വളരെ വിശേഷമായിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ ഇവിടെ മഹാദേവൻ ഇരിക്കുന്നത് ആ അനുഗ്രഹീത ഭാവത്തിൽ. ഇപ്പൊ കൈകൾ രണ്ടും അനുഗ്രഹിച്ച് കണ്ടു എന്നല്ലേ പറയുന്നത്. അപ്പോൾ കോട്ടയം രാജാവ് അങ്ങനെ കണ്ടതുകൊണ്ട് ഇവിടെ ആരാണോ ദർശനത്തിന് വരുന്നത് അവർക്ക് എപ്പോഴും ഒരു അനുഗ്രഹ ഭാവത്തിലാണ് മഹാദേവൻ. ശിവലിംഗമാണ് എങ്കിലും നമ്മൾ അകത്തേക്ക് പോയാൽ നമ്മൾ ആ രണ്ട് കൈകളും ഇങ്ങനെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് കാണുന്നതാണ്. അപ്പൊ മണ്ണ് വെട്ടിക്കൂട്ടി അതിന് മുകളിൽ ക്ഷേത്രം പണിതു. അപ്പൊ ആ മണ്ണ് വെട്ടിക്കൂട്ടിയിടം ഒരു വലിയ ചിറയായി. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രച്ചിറകളിൽ ഒന്ന് കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള, നിങ്ങൾ നിർബന്ധമായിട്ട് പോയി കാണും. വലിയ ചിറ, വലിയ ബലിക്കല്ല്, വലിയ ബലിക്കൽപുര, വലിയമ്പലം, അതിലും വലിയ നാലമ്പലം. ഇതാണ് കോട്ടയം തൃക്കൈക്കുന്നിന്റെ ക്ഷേത്രം. ഇതിന്റെ പ്രത്യേകത ഈ മഹാദേവ ക്ഷേത്രം, ഇത്രയും വലിപ്പമുള്ളൊരു മഹാദേവ ക്ഷേത്രം കാണാം. അതുപോലെ തന്നെ കോട്ടയം രാജാവിന്റെ കുടുംബക്ഷേത്രമായിട്ടാണ് പിന്നീട് ഖ്യാതി. കോട്ടയം രാജാക്കന്മാർക്കെല്ലാം എല്ലാ കാലത്തും അനുഗ്രഹം കൊടുത്ത മൂർത്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ വലിയ ചിറ അത് കാണണം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ തൊഴാണ്. അപ്പോൾ തൊഴുത് വരുമ്പോൾ ആദ്യം ചിറ കാണണം. ചിറ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് പോയി ക്ഷേത്രം, ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നേരെ ക്ഷേത്രം കണ്ടാൽ മതി. അപ്പൊ കൊട്ടിയൂരപ്പനെ കാണാൻ പോയ കോട്ടയം രാജാവിന് ദർശനം കൊടുത്താണ്. അപ്പൊ നമ്മൾ കൊട്ടിയൂരപ്പനെ കണ്ട് ഒരു കൊട്ടിയൂർ ഉത്സവം സമാപിച്ച് മടങ്ങിപ്പോകുന്ന ഈ ദിവസം വരുമ്പോൾ അതിന്റെ പൂർണ്ണമാകുന്ന ദിവസത്തിൽ കാണാൻ പറ്റുന്നൊരു ക്ഷേത്രം തന്നെയാണ് കൂത്തുപറമ്പയിലെ ഈ ക്ഷേത്രം, കോട്ടയം ക്ഷേത്രം. അപ്പോൾ അകത്ത് പോവാ, മഹാദേവനെ ദർശിക്കുക, വരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വലം വെക്കുമ്പോൾ ഇവിടെ അശ്വാരൂഢ ശാസ്താവ്,
ഇവിടുത്തെ ശ്രീകോവിലുകളെല്ലാം വിശേഷമാണ്. ഇപ്പൊ ശാസ്താവിനെ അശ്വാരൂഢനായിട്ട് അയ്യപ്പൻ തന്നെയാണ് കുതിരമേലേറിയ വിഗ്രഹം. അതങ്ങനെ എവിടെയും കാണാറില്ലല്ലോ, നമുക്ക് അപൂർവമല്ലേ. അപ്പൊ കുതിരമേലേറിയ ഒരു വിഗ്രഹമാണ് ഇവിടെ കാണാനാവുന്നത് ശാസ്താവിൻ്റെത്. അതുപോലെ തന്നെ പാർത്ഥസാരഥിയാണ് മറ്റൊരു ഉപദേവതാമൂർത്തി. അപ്പൊ കോട്ടയം രാജാക്കന്മാരുടെ യുദ്ധവീര്യങ്ങളുടെ മൂർത്തികളായിട്ടാണ്. ഒന്ന് അശ്വാരൂഢനായ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു യുദ്ധവീര്യമാണ്. രണ്ട് പാർത്ഥസാരഥി എന്ന് പറയുമ്പോഴും യുദ്ധത്തിന് തേര് തെളിയിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ കോട്ടയം രാജാക്കന്മാരുടെ ആ ഒരു രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന ഒരു ക്ഷേത്രമാണ് കോട്ടയത്തെ ഈ തൃക്കൈക്കുന്ന് ക്ഷേത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രണ്ട് ഉപദേവതാമൂർത്തികളെയും കാണണം. ഇപ്പൊ ഇത് പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം തൊഴാൻ. അകത്ത് പോയി നമഃശിവായ മന്ത്രം ജപിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ജപിച്ച പോലെ അക്ഷയലിംഗ വിഭോ സ്വയംഭോ അഖിലാണ്ട കോടി പ്രഭോ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് അവിടെ വലം വെക്കാം, പ്രദക്ഷിണം ചെയ്യാം. അവിടുത്തെ രീതിക്കനുസരിച്ച് പ്രദക്ഷിണം ചെയ്യാം. പുറത്തേക്ക് വന്നിട്ട് ഈ രണ്ട് മൂർത്തികളെയും കാണാം. ഈ അശ്വാരൂഢനായി നിൽക്കുന്ന അയ്യപ്പന്റെ പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം. അതായത് ഇവിടെ ഈ കോട്ടയം ഈ ഭാഗത്തൊക്കെ, അതായത് കണ്ണൂർ ഭാഗത്തൊക്കെ ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾ വലിയ ശക്തമായിരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, കൊട്ടിയൂർ പോയപ്പോൾ അവിടെ കരിമ്പനക്കൽ ഗോപുരത്തിൽ ഒരു മഹാക്ഷേത്രത്തെ ടിപ്പു തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ക്ഷേത്രമേ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്തും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പീരങ്കി ഉണ്ടകളൊക്കെ പല ക്ഷേത്രങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ടിപ്പുവിന്റെ ആക്രമണം ഉണ്ടായി. ആക്രമണം ഉണ്ടാവുന്ന സമയത്ത് ക്ഷേത്രം നശിപ്പിക്കാനായിട്ട് ടിപ്പുവിന്റെ സംഘം ഏതാണ്ട് അടുത്തെത്താറായപ്പോ കുതിരമേലേറിയിട്ട് ഒരു യോദ്ധാവ് വന്ന് ഇവരെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളിച്ചിട്ട് ഇവരെല്ലാവരും അപ്പോൾ ഒരാള് വെല്ലുവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഈഗോ ആണല്ലോ യുദ്ധത്തിലേക്ക് നയിക്കുന്നത്, അല്ലേ? നമ്മളുടെ ഒരു ഈഗോയാണ് യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. അപ്പൊ ആ ഈഗോയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ മുമ്പിൽ ഒരാൾ വന്നു നിന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകില്ല. അപ്പൊ ഇയാളിങ്ങനെ വന്ന് വെല്ലുവിളിക്കുകയും കുതിരപ്പുറത്ത് കയറി മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ടിപ്പുവിന്റെ സൈന്യവും ഒക്കെ അതിന്റെ പിന്നാലെ പോവുകയും അവരെല്ലാം കടലിലേക്ക് പോവുകയും പിന്നെ അവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നും അതുകൊണ്ട് ഇവിടെ ഒരു ആക്രമണം ഒഴിവാക്കപ്പെട്ടെന്നും അന്ന് ആ കുതിരപ്പുറത്ത് വന്നത് അയ്യപ്പനാണെന്നും ഒരു വിശ്വാസമുണ്ട് ഇവിടെ. അങ്ങനെയും കോട്ടയം അപ്പൊ മഹാദേവൻ ഇരിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ ശാസ്താവ് ഇരിക്കുന്നത്. അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ പാർത്ഥസാരഥി ഇരിക്കുന്നത്. അതിന്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ മഹാദേവൻ എന്തൊക്കെ വഴിപാടുകൾ ചെയ്യും, എന്തൊക്കെ പൂജകൾ ചെയ്യോ തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ അശ്വാരൂഢനായ അയ്യപ്പനും പാർത്ഥസാരഥിക്കും പൂജകൾ ചെയ്യാം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളിപ്പോൾ വഴിപാട് ചീട്ടാക്കുന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്യാം നിങ്ങൾക്ക്. ഇല്ല ഒന്നുമില്ലാതെ നമ്മൾ വേറെ വഴിപാടൊന്നും ചെയ്യുന്നില്ല, അവിടെ ചെന്ന് നമഃശിവായ പറയാ, ശാസ്താവിന് മുന്നിൽ ചെന്നിട്ട് നമ്മൾ ശരണം വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്ര മന്ത്രങ്ങൾ ഏതെങ്കിലും ജപിക്കുക, അല്ലെങ്കിൽ അയ്യപ്പന്റെ പ്രാർത്ഥനകൾ ജപിക്കുക. പിന്നെ പാർത്ഥസാരഥിക്ക് മുന്നിൽ വന്നിട്ട് കൃഷ്ണമന്ത്രങ്ങൾ ജപിച്ചാൽ അത് തന്നെ ധാരാളമാണ്. അപ്പോൾ വിശാലമായിട്ട് നോക്കിക്കാണാം. ഇവിടെ ഇപ്പോ ഇതിലൊക്കെ ഇതിന്റെയൊക്കെ അലങ്കാരങ്ങൾ നോക്കിക്കോളാം. ഓരോ അലങ്കാരങ്ങളും ഇതിലെല്ലാം പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവിടെ വിഷ്ണു, ശ്രീദേവി ഭൂദേവി സമേതനായിട്ട് നിൽക്കുന്ന വിഷ്ണുവാണ് മധ്യത്തിലുള്ളത്. അതുപോലെ പുഷ്പങ്ങൾ, സപ്തപുഷ്പങ്ങളുണ്ട്. അങ്ങനെ ഓരോന്നിലും ശ്രീകോവിലുകളുടെ പ്രത്യേകത മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇപ്പൊ ഒരു ശിവക്ഷേത്രത്തിലേക്കാണ് ദർശനം നടത്താൻ പോകുന്നത്. അപ്പൊ ഇന്നലെയൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്, എന്താണ് പ്രദക്ഷിണം ചെയ്യേണ്ടത്, എങ്ങനെയാ എന്നൊക്കെ. അതിനൊരു ശരിയായ രീതിയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ക്ഷേത്രത്തിൽ നമ്മൾ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പരിക്രമ ചെയ്യുന്നത് നമ്മുടെ ഇടത് കൈ വശത്തേക്കാണല്ലോ പരിക്രമ ചെയ്യുക. അപ്പോൾ പരിക്രമ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും നമ്മളുടെ വലതുവശത്ത് വരണം ആ ബലിക്കല്ലുകൾ. നമ്മളുടെ വലതുവശത്തായിട്ട് വേണം ബലിക്കല്ല് വരാൻ. എന്നിട്ട് നമ്മൾ നടന്ന് പോയി നേരെ തീർത്ഥവാരിക്കരികിലെത്തും. തീർത്ഥവാരിക്കരികിലെത്തുമ്പോൾ ഇരു കൈകളും മുകളിലേക്ക് വെച്ച് നന്നായി കൈ സ്ട്രെച്ച് ചെയ്തിട്ട് ആകാശത്തിലേക്ക് നോക്കിയിട്ട് ചിത്തിനെ അമ്പരമാക്കുന്ന, അല്ലെങ്കിൽ ചിദംബരം എന്നുള്ള സങ്കല്പത്തിൽ മഹാദേവനെ ആ താഴികക്കൂടം ഉണ്ടല്ലോ, ക്ഷേത്രത്തിന്റെ താഴികക്കൂടം ആകാശത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടുകൊണ്ട് നമഃശിവായ ജപിക്കണം. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വില്ല് പോലെ വളഞ്ഞു നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് അങ്ങനെ തന്നെ തൊട്ടിട്ട് വേണം താഴേക്ക് തൊടാൻ. ആ തീർത്ഥവാരിയുടെ വശത്ത് നമ്മൾ തൊഴണം. തീർത്ഥവാരി ഗംഗയായിട്ടാണ് സങ്കല്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും നമ്മളുടെ വലതുവശത്ത് വരണം ബലിക്കല്ല്. അതായത് ഇങ്ങനെ നടന്നു പോയാൽ നമ്മൾ തിരിച്ച് അകത്തുകൂടിയാണ് തിരിച്ചു വരേണ്ടത്. എപ്പോഴും നമ്മളുടെ ബലിക്കല്ലുകൾ വലതുവശത്ത് വരാൻ നോക്കും. പല ക്ഷേത്രങ്ങളിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് നമ്മുടെ ആ വലതുവശത്ത് ബലിക്കല്ല് വരാൻ പറ്റാത്ത രീതിയിൽ, നമുക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ സ്ഥലങ്ങളുണ്ടാവും. അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ വലതുവശത്ത് ബലിക്കല്ല് വരുന്ന രീതിയിൽ നടക്കണം. തീർത്ഥവാരിക്ക് മുന്നിലെത്തുമ്പോൾ എപ്പോഴും ഇരു കൈകളും മുകളിലേക്ക് വെച്ച് നന്നായി സ്ട്രെച്ച് ചെയ്ത് ആകാശത്തെ നോക്കി ആ താഴികക്കുടത്തിനെ പ്രതിദാനം ചെയ്തുകൊണ്ട് വേണം നമഃശിവായ മന്ത്രം ജപിക്കാൻ. അത് തന്നെ നമുക്കൊരു പ്രത്യേക ഊർജ്ജം. എന്നും നമ്മൾ ശിവക്ഷേത്രത്തിൽ ഇതുവഴി ഇങ്ങനൊരു ദർശനം നടത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനസ്സിന്റെ ഉല്ലാസം, ഉത്സാഹമൊക്കെ എന്നും നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആ രീതിയിലും കൂടെ ഒന്ന് പോയി തൊഴുതു വരാം. നന്നായി മനസ്സിലായോ എങ്ങനെയാണെന്ന്?
ബലിക്കല്ലുകൾ എപ്പോഴും വലതുവശം വരും. അപ്പോൾ ഒരു തവണ നമ്മൾ ശ്രീകോവിലിന്റെ പുറത്തുകൂടി വലം വെക്കും, അടുത്ത തവണ നമ്മൾ ശ്രീകോവിലിന്റെ തൊട്ടരികിലൂടെ. അപ്പൊ ശ്രീകോവിലിന്റെ ശില്പങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ ശില്പങ്ങളുണ്ട്, അതിൽ ഏതൊക്കെ പുരാണ കഥകളാണ്, ഇങ്ങനെ ശ്രദ്ധിക്കുക. കാരണം ഒരു കാലത്ത് ആലോചിച്ച് നോക്കും, ഇന്നിപ്പം മെഷീൻസ് ഉള്ള കാലത്ത്, യന്ത്രങ്ങളുള്ള കാലത്ത് പോലും നമുക്കിതൊന്നും പണിയാൻ സാധിക്കണില്ല അല്ലെ. അപ്പൊ ഇതൊക്കെ കയ്യിൽ കൊത്തിയെടുത്തതാണ്. അപ്പോൾ ഈശ്വരീയമായൊരു അനുഗ്രഹമുള്ള ശില്പികളല്ലേ ഇതൊക്കെ പണിതിരിക്കുന്നത്. അപ്പൊ അവർക്ക് നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക? വേറൊന്നുമില്ല, ഇതൊക്കെ ഒന്ന് കണ്ട് ആ ഒരു അത്ഭുതപ്പെട്ട് അവരെ എല്ലാവരും ഒന്ന് സ്മരിക്കുക, അവരുടെ ആ ദൈവികമായ കലയെ ഒന്ന് സ്മരിക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വിശദമായി കണ്ട് തൊഴുത് വരാം, സ്വസ്ഥമായി തൊഴുത് വരാം. ഇനി നമുക്ക് കണ്ടല്ലോ കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം. പഴശ്ശിരാജാവിന്റെ മുന്നിൽ, പഴശ്ശിരാജാവ് എന്ന് പറഞ്ഞാൽ കോട്ടയം രാജാക്കന്മാരിൽ 3 കേരളവർമ്മ രാജാക്കന്മാരുണ്ട്. അതിൽ രണ്ടാമത്തെ കേരളവർമ്മ രാജാവാണ് ശരിക്കും കഥകളിയുടെ ഉപജ്ഞാതാവായിരിക്കുന്നത്. ആദ്യത്തെ കേരളവർമ്മയെ കുറിച്ചാണ് ഉള്ളൂർ ഉമാ കേരളത്തിൽ പരാമർശിക്കുന്നതെന്നൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സൂചനയിൽ കാണുകയുണ്ടായി. 3ാമത്തെ കേരളവർമ്മ ആണ് പഴശ്ശിരാജ. അപ്പോൾ ഏത് കോട്ടയം രാജാവാണ് തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിൽ കൈകൾ കണ്ടത്? ആ തൃക്കൈകൾ കണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാവില്ല. പക്ഷേ ഇതൊരു വിശേഷമായ ക്ഷേത്രമായി പടുത്തുയർത്തുവാൻ കോട്ടയം രാജാക്കന്മാർ കാരണമായി എന്ന് മാത്രമല്ല, കൊട്ടിയൂരേക്ക് പോകാനാകാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് പല ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോഴും കൊട്ടിയൂർ പോയി ദർശനം നടത്താൻ സാധിക്കാത്തതിന് പകരം ക്ഷേത്രങ്ങളില്ലാത്ത കൊട്ടിയൂരിൽ നിന്ന് ക്ഷേത്രങ്ങളുള്ള മറ്റൊരു വലിയൊരു ഗംഭീരമായ ഒരു സമുച്ചയം അതുണ്ടാക്കുകയും അവിടെ മഹാദേവനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതുമാണ് വിശേഷമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ തടിയിൽ തീർത്തിരിക്കുന്നത് ഇവിടെ ഒരു അനന്തശയനമുണ്ട്. കാലപ്പഴക്കം കൊണ്ട് അത്രയ്ക്ക് മറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അനന്തശയനത്തെ നമുക്ക് ഭഗവാൻ ശയിക്കുന്നത് നന്നായി കാണാൻ പറ്റും. ചുറ്റുവട്ടത്തുള്ള ദേവന്മാർ എല്ലാം, മുനിവൃന്ദങ്ങളെല്ലാവരും വന്ദിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പാലാഴി കടയുന്നതിന് വേണ്ടി വാസുകിയെ മത്താക്കി ഉപയോഗിക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് വാസുകിയുടെ ശിരസ് വാസുകിയെ കൊണ്ടുപോകുന്നു. ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരുമായിട്ടുള്ള ആ പാലാഴി മദനത്തിന്റെ തയ്യാറെടുക്കലുകൾ കാണാം. അതിനെ വാസുകിയെ കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഫലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആ പാലാഴി കടയുന്നത് തന്നെ കാണാം. വളരെ ചെറുതാണ് കേട്ടോ, ഈ രൂപങ്ങളെല്ലാം വളരെ ചെറുതാണ്. ഇതുപോലെ നിരവധി ശില്പങ്ങളാണ്. ഓരോ ശില്പങ്ങളെക്കുറിച്ചും നമ്മൾ അത്രയും വിശദമായിട്ട് തന്നെ പറയണം. ഏതായാലും നമുക്ക് അകത്തൊന്ന് കയറി തൊഴുതു വരാം. ശിവലിംഗമോ ശ്രീകോവിലോ നമുക്ക് കാണിക്കാൻ പറ്റില്ല, അറിയാലോ, ക്യാമറ കണ്ണുകൾക്കത് പതിയാതെ നമ്മളൊന്ന് നടന്ന് എങ്കിലും ഈ ഒരു ക്ഷേത്രത്തിന്റെ നാലമ്പലം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അകത്ത് തന്നെ പോയി മനസ്സിലാക്കാം. ഇവിടെ നിന്നാണ് തിരുനട ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഗജമസ്തകത്തിന് മുകളിൽ ഈശ്വരമൂർത്തികളെ ആലേഖനം ചെയ്തിരിക്കുകയാണ്. എല്ലാം ഗജമസ്തകത്തിന് മുകളിലാണ് ഈശ്വരമൂർത്തികളെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ രാമായണത്തിൻ്റെതായ ചില ശില്പങ്ങളുമുണ്ട്. ഒരു സ്ത്രീയുടെ പ്രസവമൊക്കെ അതിഗംഭീരമായിട്ട് ഇതിങ്ങനെ പറയാറുണ്ട്. കൗസല്യ ശ്രീരാമനെ പ്രസവിക്കുന്നതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുഞ്ഞു പുറത്തേക്ക് വരുന്നതൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ അതിഗംഭീരമായതും ശ്രദ്ധിക്കേണ്ടതുമായ നിരവധി ശില്പങ്ങളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ഇവിടെ വന്ന് നേരിട്ട് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുക. കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം. കോട്ടയം എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ കോട്ടയം കൂത്തുപറമ്പ് തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഈ നാലമ്പലത്തിനകത്തേക്കുള്ള വഴിയിൽ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ എന്താണ് പറയേണ്ടതെന്നുണ്ടോ? കാരണം നമ്മുടെ മനസ്സിങ്ങനെ വിശാലമായി പോകും. അത്രയ്ക്ക് വിശാലമായിട്ടുള്ള വഴികളാണ്, അത്രയ്ക്ക് വലിയ തൂണുകൾ. ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഈ എത്ര മനോഹരമായിട്ടാണ് ഇത്. സൂര്യനും നവഗ്രഹങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നവഗ്രഹങ്ങളാണ് ഈ മുകൾ തട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. നോക്കുക, 7 കുതിരയുടെ മേൽ സൂര്യൻ ഇരിക്കുന്ന എന്തൊരു ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഏത് കാലത്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാലം ശരിക്കും പറയാൻ പറ്റുന്നില്ല. എന്നാലും ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കാലത്ത് നിന്ന് നൂറ്റാണ്ടുകൾ പുറകിലേക്കാണെന്നുള്ളത് ഉറപ്പിക്കാം. പക്ഷെ അവിടെ എത്ര രസമായിട്ടാണ്, നമുക്കതൊന്ന് സൂം ചെയ്ത് കണ്ടു നോക്കാം. സൂര്യനെ കാണുന്നുണ്ടോ? 7 കുതിരകൾക്ക് മേൽ സൂര്യന് ചുറ്റുമായിട്ട് നവഗ്രഹങ്ങളുടെ എല്ലാം സാന്നിധ്യമുണ്ട്.
മെല്ലെ അകത്തേക്ക് കയറാം. കൊട്ടിയൂർ പെരുമാളുടെ സാന്നിധ്യം തന്നെ അന്ന് തൃക്കൈ കണ്ട പ്രദേശത്ത് വലുതായിട്ട് ഒരു ശ്രീകോവില് പണിത് വന്നപ്പോൾ പെരുമാളുടെ സാന്നിധ്യം ആദ്യം, അതായത് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ശിവസാന്നിധ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ശിവസാന്നിധ്യം ആദ്യം ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇന്നും പെരുമാൾ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അത് കൊട്ടിയൂർ പെരുമാൾ എന്ന് തന്നെയാണ്. പെരുമാൾ എന്ന് ഈശ്വരനെ വിളിക്കുന്ന നമുക്ക് കണ്ണൂരിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കാണാനും കേൾക്കാനും ആവുക. പെരുമാൾ അത് സുബ്രഹ്മണ്യനെ പെരുമാൾ എന്ന് വിളിക്കാറുണ്ട്, ശ്രീരാമനെ പെരുമാൾ എന്ന് വിളിക്കാറുണ്ട്, മഹാവിഷ്ണുവിനെ, തൃച്ചംബരത്തെ കൃഷ്ണനെ, അതുപോലെ തന്നെ മഹാദേവനെ, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു തരുന്ന കണ്ണൂരിന്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് പെരുമാളെയും കാണാം. ഇവിടെ ഉയർന്നു നിൽക്കുന്ന ശ്രീകോവിലിലെ ആ ദ്വാരപാലകരൊക്കെ മനോഹരമായിട്ട് ഒരു ദ്വാരപാലകർ, ജയവിജയന്മാര് എന്ന് പറയുന്ന പോലെ തന്നെ മഹാദേവന്റെ മുന്നിൽ നിൽക്കുന്ന ഇരുവരും. അതിന് പല പേരുകൾ പറയാറുണ്ട്. ശൂരപത്മൻ എന്നും അതുപോലെ തന്നെ സൂക്ഷ്മപത്മൻ എന്നും പറയാറുണ്ട്. ഇങ്ങനെ പല പല പേരുകൾ പറയാറുണ്ട്. ഏതായാലും ആ ദ്വാരപാലകർ തർജനീ മുദ്ര പിടിച്ചു നിൽക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ഷേത്രം പിന്നീട് ഒരു കാലത്ത് പുനരുദ്ധാരണം നടത്തി എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് പുറത്ത് കാണുന്ന കാഴ്ചകളുടെ ആ ഒരു പഴമയല്ല ഇവിടുത്തെ ശ്രീകോവിലിനുള്ളത്. കാരണം ധാരാളം ശില്പങ്ങളുള്ള, നമ്മൾ തൃച്ചംബരത്തൊക്കെ കാണുന്ന പോലെ ശില്പങ്ങളുള്ള ഒരു ക്ഷേത്രം ആയിരുന്നിരിക്കണം ഇത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള ആ കഴുക്കോലുകളിലൊക്കെ മാത്രം പഴയ ദാരു ശില്പങ്ങളെ ബാക്കി നിർത്തിയിട്ട് പിന്നീട് ഒരു കാലത്ത് ഇതിന്റെ പുനരുദ്ധാരണം നടന്നിരിക്കുന്നു എന്ന് ഉറപ്പിക്കാനാകുന്നു. കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിന്റെ ഏറ്റവും മുകളിലത്തെ താഴികക്കുടത്തിന്റെ ഉയരത്തിലായിരിക്കണം അന്ന് ആ കൈകൾ കണ്ടത്. അപ്പൊ അത്രയും ഉയരത്തിൽ വരത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ഷേത്രത്തെ പണിതിരിക്കുന്ന ശിവലിംഗത്തെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് വലിപ്പമുള്ള അരയാളിന്റെ അത്രയും ഉയരമുള്ള ഒരു ക്ഷേത്രമായി പടുത്തുയർത്തിയിരിക്കുകയാണ്. ഒന്ന് പ്രദക്ഷിണം വെച്ച് വരാം, പ്രാർത്ഥിച്ചു വരാം. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് ഉപദേവന്മാരെയും കാണാനുണ്ട്. നമുക്ക് ശ്രീകോവിലിന്റെ നടയിലേക്ക് ശിവലിംഗം വരാതെ നമുക്കിത് ഒന്ന് പ്രദക്ഷിണം ചെയ്തു വരാം ക്ഷേത്രത്തെ. വൈക്കത്തപ്പനെയൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അതേ അനുഭവമാണ് ഇവിടെ. പ്രഭാവലയങ്ങൾ, ഈ 7-14 ലോകത്തിൻ്റെയും പ്രഭാവലയങ്ങളെ അണിഞ്ഞുകൊണ്ട് തൃക്കണ്ണുകളോടുകൂടി മഹാദേവൻ ഇങ്ങനെ വിശേഷമായ ഭാവത്തിൽ പ്രഭാപൂർവത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിപ്പമുള്ള ശ്രീകോവിൽ മാത്രമല്ല, വലിപ്പമുള്ള ക്ഷേത്രം മാത്രമല്ല, വലിപ്പമുള്ള ഒരു ശിവലിംഗത്തെ കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കാണുന്നത്, ദർശിക്കുന്നത്. കാലം എത്ര മാറിയാലും, പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ എത്ര വന്നാലും നമ്മുടെ ക്ഷേത്രങ്ങൾ അതിൻ്റെ പഴമയിൽ തന്നെ, അതിൻ്റെ ആ പഴയ കാഴ്ചകളിൽ തന്നെ കാണാൻ പറ്റിയാൽ അതൊരു മഹാഭാഗ്യമാണെന്ന് കരുതേണ്ടി വരും. കാരണം പല ക്ഷേത്രങ്ങളും തകർന്നു വീഴാൻ, കാലപ്പഴക്കം കൊണ്ട് തകർന്നു വീഴാകുന്ന അവസ്ഥയിലാണ്. എങ്കിലും ഇതൊക്കെ നമുക്ക് സംരക്ഷിക്കാനായാൽ, ആ പഴയ രീതിയിൽ തന്നെ സംരക്ഷിക്കുവാൻ എന്തെങ്കിലും ഒരു ഉപാധി തീർച്ചയായിട്ടും ഉണ്ടാവാതിരിക്കില്ല. ഇപ്പോൾ കണ്ണൂർ വരുമ്പോൾ കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലായാലും, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കൂത്തുപറമ്പിലെ തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിലായാലും, ഈ ആകാശത്തെയൊക്കെ ഇങ്ങനെ വിശാലമായി കണ്ട് ക്ഷേത്രത്തെ ഇങ്ങനെ, കാരണം വെച്ചാൽ അതിൻ്റെ ചുറ്റമ്പലം വളരെ വിശാലമായതായതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നന്നായി വെളിച്ചം കയറുന്ന ആകാശത്തെയും കാറ്റും മഴയും ഒക്കെ ഏറ്റുവാങ്ങാനാകുന്ന ഒരു അനുഭവമാണത്. ഇപ്പോൾ തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിൽ നമ്മൾ വലം വെച്ച് വരുമ്പോൾ ഒരു വശത്ത് ഗണപതിയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ നീണ്ട പഴയ തടിയൊക്കെ ശരിക്കും കാലപ്പഴക്കം കൊണ്ട് ചെത്ത് പോയിരിക്കണം. അപ്പോൾ അതൊക്കെ പുതുതായിട്ട് നിർമ്മിക്കാൻ ഒരുപക്ഷെ അതേപോലെ തടിയൊക്കെ കിട്ടുക, അത് തന്നെ പണിത് വെക്കുക ഒക്കെ സാധിക്കില്ലാത്തത് കൊണ്ടായിരിക്കണം പലപ്പോഴും നമുക്ക് പുതിയ മാർഗങ്ങൾ അവലംബിക്കേണ്ടി വരുന്നത്. പക്ഷെ നമ്മൾ ഭക്തരെല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി നിന്നാൽ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് ഈ കോൺക്രീറ്റ്, അതുപോലെ തന്നെ ടൈൽസ്,
പിന്നെ പ്ലാസ്റ്റിക് വസ്തുക്കൾ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിന്നാൽ തീർച്ചയായിട്ടും പുനരുദ്ധാരണം, പുതിയ പുതിയ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ, ഇപ്പോഴുള്ള ക്ഷേത്രങ്ങൾ, പുരാതന ക്ഷേത്രങ്ങൾ, അതിന്റെ പുരാതനമായ രീതിയിൽ സംരക്ഷിക്കുവാൻ നമ്മളൊരു ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ശരിക്കും വേണ്ടത്. പുതിയ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല നമുക്ക്, കാരണം അത്രമാത്രം പുരാതന ക്ഷേത്രങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ആ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുവാൻ, അത് പുതിയ രീതിയിലല്ല, ആ പരമ്പരാഗതമായ രീതിയിൽ, ആ പഴയ രീതിയിൽ തന്നെ സംരക്ഷിക്കുവാൻ എന്തു വേണം. അപ്പം നമ്മുടെ ദേശത്തിന്റെ മഹിമയെ അറിയാൻ, നമ്മുടെ ചരിത്രത്തെ അറിയുവാൻ, നമ്മുടെ ഒരു കാലഘട്ടത്തെ അറിയാനൊക്കെ മക്കൾ, നമ്മുടെ അടുത്ത തലമുറയിലുള്ളവർ ഓടി ഓടി ക്ഷേത്രങ്ങളിലേക്ക് വരണം. ആ രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ ഈ ക്ഷേത്രത്തിൽ നമുക്കിതാ ഇവിടെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം, ഇരിക്കുന്ന ധ്യാനത്തിലുള്ള മഹാവിഷ്ണു കയ്യിൽ ഒരു കലശം വെച്ചിരിക്കുന്നതുകൊണ്ട് ധന്വന്തരി മൂർത്തിയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ട്. പക്ഷെ ഇവിടെ നിറയെ ശില്പങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം ഒരു കാലത്ത്, ഇപ്പൊ നമുക്കൊന്നും കാണുന്നില്ല. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ വലതുവശത്ത് വരത്തക്ക രീതിയിൽ പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ശരിയായ മാർഗം. അതങ്ങനെ തന്നെ വരാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളിനി ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ, തീർത്ഥവാരി എന്ന് പറയുന്നത് ഗംഗാ സാന്നിധ്യമാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ നമശിവായ എന്ന മന്ത്രത്തിൽ 5 അക്ഷരമാണല്ലോ ഉള്ളത്. അപ്പോൾ നമശിവായ, ഇത് ഈ 5 അക്ഷരങ്ങളും പഞ്ചഭൂതങ്ങളെയാണ് പ്രധാനം ചെയ്യുന്നത്. ശരിക്കും നമ്മളുടെ ജീവനും ജീവിതവും എല്ലാം നിലനിൽക്കുന്ന ആ പഞ്ചഭൂതങ്ങൾ കൊണ്ടല്ലേ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ഈ 5 തത്വങ്ങളാണ് നമ്മളെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമയവും, നമ്മൾ മരിച്ചാലും ഒക്കെ നമ്മൾ പഞ്ചഭൂതത്തിലേക്കാണ് ലയിക്കുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ ഉണർത്തുന്ന പ്രാർത്ഥനയാണ് എപ്പോഴും വേണ്ടത്. നമ്മളൊരു ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ, നമ്മൾ ഈ മണ്ണിലൂടെ നടക്കുമ്പോൾ, ചെരുപ്പിടാതെ നടക്കുമ്പോൾ, നമ്മൾ ആ ഭൂമിയുമായിട്ട് നമ്മുടെ മൂലാധാര ചക്രത്തിന്റെ ഉണർവിനുള്ള ഒരു പ്രധാന പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഭൂമിയെ സ്പർശിക്കുന്നു. അത് കഴിഞ്ഞ് ഈ ക്ഷേത്രത്തിന്റെ തീർത്ഥവാരിയിൽ എത്തുമ്പോൾ അവിടെ ജലമാണ്, സ്വാധിഷ്ഠാന ചക്രം ജലത്തിൻ്റെതാണ്. അപ്പൊ ആ ജലത്തിന്റെ ഭാവങ്ങളാണ് നമ്മളിൽ ഉണരുന്നത്. അപ്പൊ ഭൂമിയെ സ്പർശിച്ച് ജലമൊഴുകുന്ന ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം ഉണരുന്നു. പിന്നെ നമ്മൾ കൈകൾ ഉയർത്തി മുകളിലേക്ക് വെക്കുമ്പോൾ ഉള്ളിലെ ഭക്തി ഉണരുകയാണ്. നമശിവായ മന്ത്രങ്ങൾ പറയുമ്പോൾ ആ ഭക്തി എന്ന് പറയുന്ന ഒരു തീക്ഷ്ണമായ അഗ്നിജ്വാലയാണ്, നമ്മളിൽ അറിവിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണത്. അപ്പൊ അത് അഗ്നിയായി നിൽക്കുന്നു. പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമശിവായ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി നോക്കുമ്പോൾ ആകാശവും നമ്മളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളും ഒത്തുചേരുന്ന ഒരു പ്രാർത്ഥനാ സമ്പ്രദായമാണ് ഓരോ ശിവക്ഷേത്രത്തിലും നമ്മൾ ചെയ്യുമ്പോൾ ചെന്ന് ഇതേ രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ശിവക്ഷേത്രത്തിലേക്കുള്ള ദർശനവും അപ്പോൾ ഓരോ തവണ പോകുന്നതും നമുക്ക് ആരോഗ്യപരമായ ഒരു അവസ്ഥയെ കൂടി നൽകും. ഇവിടെ നമുക്ക് ഈ നമസ്കാര മണ്ഡപത്തിന്റെ തൂണിലായിട്ട് ഭഗവതിയെ കാണാം. ഇവിടെ നമ്മൾ തിരുവങ്ങാട് രാമസ്വാമി ക്ഷേത്രത്തിലുമൊക്കെ ഇതുപോലെ നമസ്കാര മണ്ഡപത്തിലെ തൂണിൽ പ്രത്യേക മര അഴിക്കൂടിനുള്ളിലാണ് ഭഗവതി. പോർക്കലിയാണ് ഭഗവതി. നമ്മൾ പറഞ്ഞല്ലോ, കോട്ടയം രാജാക്കന്മാരാണ് ഈ തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന്. കോട്ടയം ബിംബം കൊണ്ടാണ്, കയ്യിൽ കൊണ്ടാണ് നടക്കുകയായിരുന്നത്. അപ്പൊ അവരുടെ എപ്പോഴും വിളിച്ച പൊർക്കലി ദേവിയാണ്. അപ്പൊ പൊർക്കലി ഭഗവതിക്ക് ഇവിടെ നമസ്കാര മണ്ഡപത്തിൽ സ്ഥാനമുണ്ട്. തിരുവങ്ങാടുമുണ്ട്, ഇവിടെയും നമുക്ക് കാണാം പൊർക്കലി ഭഗവതി. കണ്ണാടി ബിംബ പ്രതിഷ്ഠയാണ് ഇവിടെ വരുന്നത് പൊർക്കലി ദേവിക്ക്. ഇനി നമുക്ക് മെല്ലെ പുറത്തേക്കിറങ്ങി ഉപദേവന്മാരെ ഒന്ന് കാണാം. ഐതിഹ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. വലിയൊരു അരയാലിൻ കൊമ്പിൽ കണ്ട കൈകളെ സാന്നിധ്യം നിർത്തിയിട്ടാണ് ക്ഷേത്രം പണിതത്. അങ്ങനെയാണെങ്കിൽ എത്ര ഉയരത്തിലേക്ക് ഈ ക്ഷേത്രം പണിതിട്ടുണ്ടെന്ന് കാണണമെങ്കിൽ നമ്മൾ ആ കുളത്തിന്റെ ഒരു വഴിയിലേക്കൊന്ന് ഇറങ്ങണം. നമുക്ക് അങ്ങോട്ടൊന്ന് നടന്നു നോക്കാം, കുളത്തിലേക്കൊന്ന് നടക്കാം. അപ്പോൾ ഇതാണ് പ്രവേശന കവാടം. ഇത് കടന്നു വേണം കുളത്തിലേക്ക്.
ഇത്രയും വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെല്ലാവരും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, ഇതിനെക്കുറിച്ച് അറിയുന്നവരെല്ലാം ഈ ക്ഷേത്രം കാണാനായിട്ട് ഇവിടേക്ക് വരണം തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ കണ്ണൂരേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പടികളിറങ്ങി താഴേക്ക് പോയാലാണ് അന്ന് നമ്മൾ പറഞ്ഞ ആ തൃക്കൈക്കുന്ന് ക്ഷേത്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മണ്ണെടുത്തപ്പോൾ രൂപം കൊണ്ട കുളം. കേരളത്തിൽ തന്നെ ഒരു പക്ഷേ ഏറ്റവും വലിയ ക്ഷേത്രച്ചിറകളിൽ ഒന്ന് നമ്മളുടെ കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിൻ്റെതാണ്. നമുക്കൊന്ന് താഴേക്ക് ഇറങ്ങി ആ ചിറയെന്ന് കണ്ട് തിരിച്ചു കയറി വരാം. ഇതാണ് ആ ചിറ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിരപ്പിലാണ് ഈ ഭൂമി ഉണ്ടായിരുന്നത്. കോട്ടയം രാജാവ് വരുമ്പോൾ ഈ നിരപ്പിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അരയാലിന് മുകളിൽ ആ കൈകൾ കണ്ടു എന്ന് പറയുമ്പോൾ ഇപ്പം നോക്കൂ, എത്രയോ ഉയരത്തിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. കോട്ടയം ക്ഷേത്രം ഇരിക്കുന്നത് എത്രയോ ഉയരത്തിലാണ്. നമുക്ക് ആ പറഞ്ഞ ചരിത്രം സത്യമായി ഭവിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അന്ന് കോട്ടയം രാജാവ് ആ അരയാലിന് മുകളിൽ കൈ കണ്ടിടത്ത് തന്നെയാണ് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്നത്. പിന്നെ ഈ ചിറയെക്കുറിച്ച് ആണ് പറയുന്നതെങ്കിൽ വലിയൊരു അരയാൽ തറയും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ചിറ. ഈ ചിറയുടെ തീരത്ത് ഞങ്ങൾ ആദ്യം കോട്ടയത്തെ ഈ ക്ഷേത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2005-2006 കാലഘട്ടത്തിൽ ഉദയാമൃതത്തിന് വേണ്ടിയിട്ട്, അമൃത ടിവിയിലെ ഉദയാമൃതത്തിന് വേണ്ടിയിട്ട് വരുന്ന സമയത്ത് കോട്ടയം ക്ഷേത്രം വലിയൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ പുനരുദ്ധാരണം നടന്നിട്ടില്ല. ആ പഴയ രീതിയിൽ തന്നെയാണ് ക്ഷേത്രം ഉള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് ഒരു തിറ എഴുന്നള്ളി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ തെക്കൻ ദേശത്തൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ വടക്കൻ മേഖലകളിലേക്ക് അധികം വന്നിട്ടില്ലാത്തവർക്കൊക്കെ തിറ കാണുമ്പോൾ ഒരു അത്ഭുതമാണ്. ഇവിടെ ഉള്ളവർക്ക് തന്നെ തിറ വരുമ്പോൾ ഒരു ഭഗവതി വരുന്ന പോലൊരു തോന്നലാണ്. ഇവിടെ വന്നപ്പോൾ ഒരു തിറ ഇങ്ങനെ വരാണ്, കയ്യിൽ നനകം മോളൊക്കെ വെച്ചിട്ട് ആ ഒരു ശബ്ദത്തിലൊക്കെ, ആ ചെലമ്പിൻ്റെ ഒക്കെ ശബ്ദത്തോടു കൂടി ഇവിടെ വന്ന് ഉച്ചത്തിൽ പ്രാർത്ഥനകൾ നടത്തി എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് പോകുന്ന ആ തിറയെ പിന്തുടർന്നാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. അപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞുപോയി. എന്തൊരു മനോഹരമായ കാഴ്ചയാണല്ലേ. ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, ഡെയിലി ടാർഗറ്റുകളുള്ളവർ, പിന്നെ വർക്ക് പ്രഷർ ഉള്ളവർ, വല്ലാണ്ട് സ്ട്രെസ്ഡ് ആയവർ ഒക്കെ എല്ലാം കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും കേരളത്തിലേക്ക് എത്തുക വലിയ ബുദ്ധിമുട്ടല്ല. ഇനി കേരളത്തിലാണ് ഉള്ളത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ വന്ദേ ഭാരത് പോലുള്ള തീവണ്ടികൾ ഉള്ളത് കൊണ്ട് കണ്ണൂർ എത്തുക ഒരു പ്രശ്നമേ അല്ല. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിലും വന്ദേ ഭാരതിൽ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 12 മണിയോടുകൂടി നമ്മൾ കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷായി നമ്മൾ വൈകുന്നേരത്തേക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. കണ്ണൂരിൽ നിന്ന് നമുക്കൊരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തുക ഒരു ബുദ്ധിമുട്ടല്ല. പക്ഷേ ഈ ക്ഷേത്രം ഒന്ന് കാണുക, കാരണം ക്ഷേത്രം അങ്ങനെ അധികം ആരും കാണാൻ വരാറില്ലാത്ത, ഈ ദേശവാസികൾക്ക് മാത്രമേ അടുത്തറിയുള്ളൂ എന്നുള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിന്റെ ചിറ കണ്ടുകൊണ്ട്, ചിറയുടെ വലിപ്പം കണ്ടല്ലോ അല്ലേ, ഒന്നുകൂടി കാണിച്ചു കൊടുക്കൂ നന്നായിട്ട്, എത്ര വലിപ്പമുള്ളൊരു ക്ഷേത്രങ്ങളാണ് എന്നുള്ളത്. ഈ വഴിയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പഴയ വീടുണ്ട്. ഈ പഴയ വീടിന്റെ മുകളിൽ 2 സിംഹങ്ങൾ ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പഴമയുള്ള കാഴ്ചകളാണ്. ഈ തിരൂരിലെ ചന്ദനക്കാവ് ക്ഷേത്രത്തിൽ പോയാൽ അവിടെ ഒരു വാര്യമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ കാണാം നമുക്ക്. അപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ ഇങ്ങോട്ട് വരിക, ശനിയാഴ്ച ഞായറാഴ്ച വരുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് കണ്ണൂരിലെ ക്ഷേത്രങ്ങൾ കാണാം. അതിൽ ഈ കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം എന്തായാലും കാണാം. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റുമാനൂരോ വൈക്കത്തോ ഒക്കെ പോകുമ്പോൾ ശിവലിംഗം കാണുന്ന അതേ ഒരു അനുഭൂതിയാണ് കേട്ടോ. അത്രയും വലിപ്പമുള്ള, അത്രയും ഗംഭീര ഭാവത്തിലുള്ള ഒരു മഹാദേവനാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഉപദേവതാ മൂർത്തികളെയാണ് കാണാനുള്ളത്. ഈ വീഡിയോ കാണുക, ഒരുപാട് പേരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. നമ്മളൊരിക്കലും ഇത്രയും നാളായിട്ടും മോക്ഷയുടെ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നൊന്നും പറയാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ പറയുന്നത്, ഈ ക്ഷേത്രം എല്ലാവരിലേക്കും എത്താനായിട്ട് നിങ്ങളിതിന് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ഇവിടേക്ക് വരിക. കൂടുതൽ പേര് ഇവിടേക്ക് വരാൻ നമ്മളെല്ലാവരും ഒരു കാരണമാവട്ടെ. എന്തൊരു വലിപ്പമാണ് അല്ലേ. വടക്കുന്നാഥ ക്ഷേത്രം വലിപ്പമുള്ള ക്ഷേത്രമാണ്. കൂടൽ മാണിക്യം ക്ഷേത്രം വലിപ്പമുള്ളതാണ്. അപ്പം അതേ ഗണത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പമുള്ള നാലമ്പലമല്ലേ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം ഉള്ളത്.
ഇനി നമ്മൾ എത്തുന്നത് അശ്വാരൂഢനായ ശാസ്താവിന് മുന്നിലാണ്, അയ്യപ്പന് മുന്നിലാണ്. ഒരു മര അഴിക്കൂടിനുള്ളിൽ ആ ഓടൊക്കെ മേഞ്ഞ് പഴയ രീതിയിലുള്ള ഒരു ശ്രീകോവിൽ. അപൂർവ വിഗ്രഹദർശന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഒരു ക്ഷേത്രഭൂമി തന്നെയാണിത്. നമുക്ക് ലോഹനിർമ്മിതമായിട്ടുള്ള ഒരു വിഗ്രഹമാണുള്ളത്. അത് കുതിരപ്പുറത്ത്, കുതിരയാണെങ്കിൽ നല്ല പ്രൗഢഗംഭീരമായൊരു കുതിരയാണ്. ചെവിയൊക്കെ ഉയർത്തി ശ്രദ്ധാപൂർവ്വം നിൽക്കുന്ന ഒരു കുതിരപ്പുറത്ത് ആയുധമേന്തി നിൽക്കുന്ന അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് അശ്വാരൂഢൻ. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു വീര്യം, എല്ലാത്തിനെയും ഒന്ന് നേരിടാം എന്നുള്ളൊരു തോന്നലും ഒരു ആത്മവിശ്വാസമൊക്കെ വരും. അത്രയ്ക്ക് ഗംഭീരമായൊരു വിഗ്രഹമാണ് ഇവിടെയുള്ളത്, അശ്വാരൂഢനായ ശാസ്താവിൻ്റേത്. ഞാൻ ക്ഷേത്രത്തിലെ ദർശനം വിദ്യാമണ്ണം പിന്നെ നടത്തുള്ളൂ. ഇപ്പം നമ്മൾ തത്സമയത്തിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം വേഗത്തിലൊന്ന് പറഞ്ഞും കാണിച്ചും പോകണമല്ലോ, അതുകൊണ്ടാണ് ഈ ഓടിത്തൊഴൽ. നമുക്ക് ശരിക്കും നമ്മുടെ യാത്രകൾ നമ്മൾ എല്ലാവരോടും പറയണം, ഒരു ക്ഷേത്രത്തിലും പോയി ഓടിത്തൊഴുതു വരരുത്. സമയമുണ്ടെങ്കിൽ മാത്രം ക്ഷേത്രത്തിൽ പോയാൽ മതി. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ആ ക്ഷേത്രത്തിൽ കുറച്ചു നേരം ഇരുന്ന് അതിൻ്റെ ഓരോ ചിത്രപ്പണികളൊക്കെ കണ്ട് അതുപോലെ തന്നെ അതിലെ വിഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി, പിന്നെ അതുപോലെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പഴമക്കാരുണ്ടല്ലോ, നല്ല പ്രായമുള്ളവർ, അവരെടുത്ത് സംസാരിക്കണം. അവരെടുത്ത് സംസാരിക്കുമ്പോഴാണ് ശരിക്കും ആ ക്ഷേത്രത്തിലെ ചൈതന്യം എന്താണ്, ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അനുഭവങ്ങൾ അവർക്കുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് ശരിക്കും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത് വെറും ഒരു തീർത്ഥാടന യാത്ര. നമ്മളവിടെ ചെല്ലുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദുഃഖങ്ങൾക്ക് ഭഗവാൻ എന്തെങ്കിലും ഒരു മറുപടി തരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദിവ്യാധി വരുമ്പോൾ മാത്രം അയ്യോ ഭഗവാനെ അതൊന്ന് ശരിയാക്കി തരണേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിപാട് ചെയ്തതൊക്കെ ശരിയാക്കണേ എന്ന് പറയാൻ മാത്രം ക്ഷേത്രത്തിൽ പോവാതെ ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കാനായിട്ട് പോവാം. അവിടുത്തെ ഒരു പ്രകൃതി നമുക്ക് നൽകുന്നത്. ഈ ചീവീട് പോലും നമ്മളോട് ചില മെസ്സേജസ് പറയാറുണ്ട്. അതുപോലെ പ്രാവുകൾ, അവിടുത്തെ ഒരു ക്ഷേത്ര കുളം, ആ കുളത്തിൽ കുറച്ചു നേരം ഇരിക്കാൻ പറ്റുക, അവിടുത്തെ മരങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുക, അവിടുത്തെ പുൽത്തുമ്പുകളിലെ ഒരു തുഷാരം ഉണ്ടല്ലോ, ജലഗണം, അതിലൊക്കെ ഒന്ന് ചവിട്ടി നടക്കാൻ പറ്റുക. ഇതൊക്കെ നമുക്ക് നൽകുന്നത് ഉണർവ് തന്നെയാണ്, ജീവിക്കണം എന്നുള്ള തോന്നൽ. ജീവിതത്തിലെല്ലാം നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇതൊക്കെ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വന്ന്. ഏതായാലും അടുത്തത് എല്ലാ തരത്തിലും ആത്മവിശ്വാസം നൽകുന്ന ഒരാൾക്കരികിലേക്കാണ് നമ്മൾ പോകുന്നത്. പാർത്ഥസാരഥി, പാർത്ഥന്റെ സാരഥി. സകല യുദ്ധങ്ങളും ഒരിക്കലും മനുഷ്യ മനസ്സിനെ വിജയത്തിലേക്കല്ല നയിക്കുക എന്നും, എന്നാൽ നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പ്രതിഫലം ഇച്ഛിക്കാതിരിക്കണമെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ആ പാർത്ഥസാരഥി ഇവിടെ ഈ ശ്രീകോവിലാണുള്ളത്. കോട്ടയം രാജാക്കന്മാരുടെ രാജകീയ പാരമ്പര്യത്തെ വിളിച്ചുണർത്തിക്കൊണ്ട് അശ്വാരൂഢനായ അയ്യപ്പൻ എങ്ങനെ നിൽക്കുന്നു, അതുപോലെ തന്നെ പാർത്ഥസാരഥി. യുദ്ധങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് നമ്മളെ നയിച്ചേക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന പാർത്ഥസാരഥി കൂടി തൊഴുതു കഴിഞ്ഞാൽ കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിന്റെ ദർശനം പൂർത്തിയായി. വളരെ വലിപ്പമുള്ളൊരു ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് രാവിലെ വന്ന് ഈ ചുറ്റുവട്ടത്തൊരു 3 പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന വ്യായാമമെല്ലാമായി. അതല്ലെങ്കിൽ നേരെ ആ ക്ഷേത്രച്ചിറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയാലും മതി. കൃഷ്ണായ വാസുദേവായ ദേവകീ സുതഗോവിന്ദ വാസുദേവ ജഗത്പതി ശരണം കൃഷ്ണ ത്വമഹം ശരണം ഗതാം. കൃഷ്ണ ഗോവിന്ദായ ഗോശാല കൃഷ്ണന്റെ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെയുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗോശാല കൃഷ്ണന്റെ പാർത്ഥസാരഥിയാണ് എന്ന് മാത്രം.
ഒക്കെയും ഒന്ന് ഓടിച്ചു തൊഴുത് പറഞ്ഞു വെക്കുകയാണ്. അതെന്തിനാണ്? നിങ്ങളെ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇവിടേക്ക് വരാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ പദ്ധതിയിൽ ഈ ക്ഷേത്രം ഉണ്ടാവട്ടെ. ഉടനെ തന്നെ ഇവിടെ വരാൻ സാധിക്കട്ടെ. ഇവിടെ ഒന്ന് വന്ന് തൊഴേണ്ടത് തന്നെയാണ് വിശേഷമായൊരു ക്ഷേത്രം. അപ്പോൾ കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിന്റെ ഈ കാഴ്ചകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ക്ഷേത്രഭൂമിയിൽ വെച്ച്. തൽക്കാലം ഒന്ന് വിശദമായിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇവിടുത്തെ ഓരോ മൂർത്തികൾക്ക് മുന്നിൽ നിന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരല്പസമയം ചിലവഴിക്കട്ടെ. നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് ജീവിതത്തെ വിസ്മയം കൊണ്ട് നിറയ്ക്കുക, ആത്മവിശ്വാസം കൊണ്ട് നിറയ്ക്കുക, സന്തോഷം കൊണ്ട് നിറയ്ക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു ക്ഷേത്രഭൂമിയിൽ വെച്ച് കാണാം. ഓം നമഃ ശിവായ. Enggak, tahu ngambil itu.